are halfway to 6 hunters. I beat 1 hunters, I beat 2 hunters, and I just beat 3 hunters. So who is the 6th hunter? I'll give you guys a little peek at some skins that it could possibly be, and I'll let you guys speculate. Subscribe. ഓക്കെ അപ്പോൾ ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ഇൻഫർണോ സോൺ. അപ്പോൾ ഗൈസ് ഇന്ന് ഡ്രീമിൻ്റെ 6th ഹണ്ടർ ആരാണെന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അതിന് മുന്നേ തന്നെ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ഡ്രീം 4 വർഷമാണെന്ന് തോന്നുന്നു ഗൈസ്, 4 അല്ലെങ്കിൽ 5 വർഷത്തിന് മുന്നേ ഈ മാൻ ഹണ്ട് എന്ന് പറഞ്ഞൊരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ മൈൻക്രാഫ്റ്റിൽ തന്നെ ഏറ്റവും വലിയ ഗെയിം മോഡായിട്ട് മാറി ഗൈസ് മാൻ ഹണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ഇങ്ങനെ വോയിസ് വിൽക്കിയത് കുറച്ച് മൈക്കൊന്ന് റെഡിയാക്കിയായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ മൈൻക്രാഫ്റ്റിൽ തന്നെ ഏറ്റവും ഫേമസ് ഗെയിം മോഡാണ് മാൻ ഹണ്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇന്ന് ഡ്രീമിൻ്റെ പോസിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നോക്കാം. ആദ്യം തന്നെ കാലഹാൻ അല്ല എന്ന് ഞാൻ പറയത്തുള്ളൂ, ഞാൻ പറയാം ഗൈസ്. ഓക്കെ, ഇവരെല്ലാവരും പറ്റിയ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഡെക്വേവിസ് പറയാം ഗൈസ്. ഓക്കെ, ഡെക്വേവിസ് ഉണ്ട്, ഗ്രോക്സ് MC, സ്കെപ്പി, ഡോക്ടർ ഡോണറ്റ്. ഓക്കെ, ഇതെന്താണ് ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ കാരണമെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, അതാണ് ഡോക്ടർ ഡോണറ്റ്. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് ഡോക്ടർ ഡോണറ്റിനെ വെച്ച് തന്നെ തുടങ്ങാം. ഓക്കെ, സോ അപ്പോൾ ഈ ഡോക്ടർ ഡോണറ്റ് ഉറപ്പായിട്ടും അല്ല എന്ന് ഞാൻ പറയുകയുള്ളൂ. കാരണം ഡോക്ടർ ഡോണറ്റിൻ്റെ അടുത്ത് ഡ്രീം ചോദിച്ചിട്ടുണ്ടായിരുന്നു 6th ഹണ്ടർ എന്തുകൊണ്ടായിക്കൂടാന്ന്. ഓക്കെ, സോ ഇത് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഗൈസ് നമ്മളെ ഡ്രീം ഡോക്ടർ ഡോണറ്റ് എന്തായാലും 6th ഹണ്ടർ ആവത്തില്ല എന്ന്. ഓക്കെ, കാരണം ഒരുപാട് കാത്തിരിപ്പിൻ്റെ ഒരു സംഭവമാണ് ഗൈസ് ഈ ഒരു ക്വസ്റ്റ്യൻ. 6th ഹണ്ടർ എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും കാത്തിരിക്കുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ എന്തായാലും ചോദിച്ച ഒരാളെടുത്ത് ട്വിസ്റ്റ് ഇല്ലാതെ എന്തായാലും ചോദിച്ച ഒരാളെടുത്ത് ഡോക്ടർ ഡോണറ്റിനെ പോലെ ചോദിച്ച ഒരാളെടുത്ത് എന്തൊക്കെ ആയാലും 6th ഹണ്ടർ ആവാൻ ഒരു വഴിയില്ല ഗൈസ്. ഓക്കെ, സോ അതുകൊണ്ട് ഡോക്ടർ ഡോണറ്റും അല്ല, പിന്നെ കാലഹാനും അല്ല ഗൈസ്. കാലഹാൻ്റെ അടുത്തും ഡ്രീം ചോദിച്ചിട്ടുണ്ട്. സോ ഇനി അടുത്തത് നമ്മളെ ഡുക്കേവിസ്. ഓക്കെ, കാലഹാന് ബൈ ദ വൈ ഏതാണ് ഗൈസ് നമ്മളെ മൈക്കില്ല, നമ്മളെ സംസാരിക്കത്തില്ല. ഓക്കെ, ഡുക്കേവിസ്. ഓക്കെ, ഇന്ന് രാവിലെ സാപ്നാപ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇൻഫെക്റ്റഡ് ഹണ്ടർ എന്നും പറഞ്ഞു. ഓക്കെ, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതിനകത്ത് ഡുക്കേവിസ് ഉണ്ടായിരുന്നു. അതുമല്ലാഞ്ഞിട്ട് സസ്പീഷ്യസ് ആയിട്ട് എന്തോ ഒരു കാരണമില്ലാതെ ജോർജ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ജോർജ് എങ്ങാണ്ട് സ്കെപ്പി എന്ന് പറഞ്ഞ പേര് പറയും ഗൈസ്. ഓക്കെ, പേര് പറയുന്നുണ്ട്, അതുമല്ല ഡെക്വേവിസും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഡെക്വേവിസ് അല്ലെങ്കിൽ സ്കെപ്പി ആയിരിക്കണം ഗൈസ്. ഓക്കെ, മോസ്റ്റ് പ്രോബബിൾ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് സ്കെപ്പി അല്ലെങ്കിൽ ഡെക്വേവിസ് ആയിരിക്കും. ഓക്കെ, ഗ്രോക്സ് ചിലപ്പോൾ ആയിരിക്കും ഗൈസ്. എനിക്ക് ഗ്രോക്സിനെ പറ്റി പറയാനാണെങ്കിൽ ആക്ച്വലി ഗ്രോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഗ്രോക്സ് ഒരു ഫണ്ണി ഗെയാണ്. നമ്മൾ വില്ലേജർമാരെ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഗ്രോക്സ് ചെയ്യുന്നത്. ഗ്രോക്സിനെ പറ്റി എനിക്ക് വലിയ വിവരമില്ല ഗൈസ്. ഓക്കെ, സോറി. ഓക്കെ, സ്കെപ്പി. അപ്പോൾ സ്കെപ്പി പറയാനുണ്ട് ഗൈസ്. ഓക്കെ, സ്കെപ്പി എന്ന് പറയുന്നത് നമ്മുടെ ടെക്നോ ബ്ലേഡിൻ്റെ ഒരുവിധം ക്ലോസ് ഫ്രണ്ടായിരുന്നു. ഓക്കെ, അതുമല്ല ബാഡ് ബോയ് ഹലോയുടെയും ഫ്രണ്ടാണ്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നത് സ്കെപ്പിയാണ് 6th ഹണ്ടർ എന്നാണ് ഗൈസ്. ഓക്കെ, സ്കെപ്പിയാണ് 6th ഹണ്ടർ എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ലാസ്റ്റ് ഡോക്ടർ ഡോണറ്റ് അല്ല ഗൈസ്. ഓക്കെ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഡോണറ്റ് അല്ല. ഓക്കെ, സോ എനിവേസ് ഡ്രീമിൻ്റെ മാൻ ഹണ്ട് 6th ഹണ്ടർ വരുമ്പോൾ 6th മാൻ ഹണ്ട് വരുമ്പോൾ നമുക്ക് അന്ന് ആ ഒരു ദിവസം നമുക്ക് പറ്റുമെങ്കിൽ സ്പീഡ് റണ്ണിങ്ങിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, അതായത് 2-3 ദിവസം എടുത്ത് ചെയ്യാം. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ എല്ലാം ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.